140 മണ്ഡലങ്ങളല്ല BJP ലക്ഷ്യം വെക്കുന്നത് കൃത്യം 40 മണ്ഡലമാണ്. പക്ഷേ ഈ 40 മണ്ഡലങ്ങൾ പിടിച്ചാൽ കേരളത്തിലെ ഭരണം ആരെ നിയന്ത്രിക്കുമെന്ന് BJP നിശ്ചയിക്കും. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു ഇലക്ഷൻ അനാലിസിസ് പുറത്തുവിട്ടിരുന്നു. അതിൽ BJPയെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി വിശകലനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളും ഒരു ലഭ്യമായ വിവരങ്ങളും റിപ്പോർട്ടുകളും ശേഖരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു വിശകലനം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആ ഒരു അനാലിസിസും നമ്മുടെ അനാലിസിസും കോർത്തിണക്കി BJP ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ എന്തായിരിക്കും കേരളത്തിൽ നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്ര സീറ്റായിരിക്കും, എത്ര ശതമാനം വോട്ടായിരിക്കും നേടാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായി തന്നെ പരിശോധിക്കാം. എല്ലാവരും അവസാനം വരെ കാണുക. കാരണം വ്യക്തമായ തെളിവുകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ സർജിക്കൽ അനാലിസിസിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന കടമ്പകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. വോട്ട് വിഹിതം കൂടുമ്പോഴും BJPയെ തടഞ്ഞു നിർത്താൻ ഇടത് വലത് മുന്നണികൾ പ്രയോഗിക്കുന്ന ആ അദൃശ്യമായ വോട്ട് മറിക്കൽ തന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. രണ്ടാമതായി രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ അണിയിച്ചൊരുക്കുന്ന മിഷൻ 34 എന്ന യുദ്ധതന്ത്രം, അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ലോജിക് വേഴ്സസ് രാജീവ് ചന്ദ്രശേഖറിന്റെ മാജിക്, ഈ രണ്ട് വിശകലനങ്ങളും കൂട്ടിമുട്ടുമ്പോൾ 2026 കേരളത്തിൽ താമര വിരിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ എന്നും കൃത്യതയുള്ള ഒരു വ്യക്തിയാണ്. 2026 കുറിച്ച് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് BJPയുടെ വോട്ട് വിഹിതത്തെ കുറിച്ചാണ്. വോട്ട് വിഹിതത്തിലെ കുതിച്ചുചാട്ടം, അതായത് 2014 10 മുതൽ 11% നിന്നിരുന്ന BJP ഇന്ന് 20% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ ഭരണവിരുദ്ധ വികാരം BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് 33% മുതൽ 35% വരെ വോട്ട് വേണം. BJP പലയിടത്തും 25 മുതൽ 28% തട്ടി നിൽക്കുന്നവരാണ്. ഈ ബാക്കി വരുന്ന 7% വോട്ട് എവിടെ നിന്ന് വരും? BJP ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ട് CPM-നും തിരിച്ചും പോകുന്ന രീതി കേരളത്തിൽ നിലവിലുണ്ടെന്ന് ജയശങ്കർ വ്യക്തമാക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തും നേമത്തും മുൻപ് കണ്ട ഈ ഒരു പ്രതിഭാസത്തെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ മറികടക്കും എന്നതാണ് ജയശങ്കർ ഉന്നയിക്കുന്ന കാതലായിട്ടുള്ള ചോദ്യം. ജയശങ്കറിന്റെ ആശങ്കകൾക്ക് കൃത്യമായ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന മിഷൻ 34 വെറും ഒരു പേരല്ല, അതൊരു സൈനിക നീക്കം പോലെ തന്നെ കൃത്യമാണ്. 140 മണ്ഡലങ്ങളിലും ഒരുപോലെ ഊർജം കളയാതെ ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 40 മണ്ഡലങ്ങൾ, അതിലും 34 മണ്ഡലങ്ങളെ മാത്രം A ക്ലാസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതും പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നേടിയ മുന്നേറ്റവുമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിലുള്ളത്. പഴയ കാലത്തെ പ്രസംഗ രാഷ്ട്രീയമല്ല. ഇത്തവണ ഓരോ വീട്ടിലെയും വോട്ടർ നേരിട്ട് വിളിക്കുന്ന ഡിജിറ്റൽ യുദ്ധത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും VIP മണ്ഡലമായ വട്ടിയൂർക്കാവിലാണ് കേരളം ഉറ്റുനോക്കുന്ന ആ ഒരു വലിയ സസ്പെൻസ് ഉള്ളത്. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസറായ R ശ്രീലേഖ BJPയിൽ ചേർന്നപ്പോൾ എല്ലാവരും വട്ടിയൂർക്കാവാണ് ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ അവർ മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ശ്രീലേഖയ്ക്ക് കേന്ദ്ര തലത്തിൽ വലിയ ഉത്തരവാദിത്വം നൽകുമെന്നാണ്. അപ്പോൾ പകരം ആരായിരിക്കും? വട്ടിയൂർക്കാവിൽ BJP ഒരു ഡാർക്ക് ഹോഴ്സിനെ ഇറക്കാൻ ഒരുങ്ങുകയാണ്. അത് K സുരേന്ദ്രനാണോ അതോ മറ്റേതെങ്കിലും പ്രമുഖ വ്യക്തിയാണോ? ഇതെല്ലാം അണിയറയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. BJPയുടെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേമത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയാകുന്നത് ഒരു ഗെയിം ചേഞ്ചർ കൂടിയാണ്. ഒരു സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് ആ ജില്ലയിലെ മറ്റ് 13 മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകും. നേമത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭൂരിപക്ഷം തിരിച്ചു പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലുള്ള തന്റെ വികസന നേട്ടങ്ങൾ അദ്ദേഹം വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. കോൺഗ്രസിനും CPM-നും നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളിയായി കൂടി മാറിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലേക്ക് വരാം. അവിടെ BJP ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിലാണ്. ഈ സ്വാധീനം നിയമസഭയിലേക്ക് മാറ്റാൻ മേജർ രവിയെ പോലെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയെ ഇറക്കാനാണ് ഇത്തവണത്തെ നീക്കം. മേജർ രവിയുടെ സാന്നിധ്യം മണ്ഡലത്തിലെ സമുദായ സമവാക്യങ്ങളെ BJPക്ക് അനുകൂലമാക്കും. K ബാബുവിനെതിരെ ശക്തനായ ഒരു സെലിബ്രിറ്റി മുഖം BJPയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പാലക്കാട് BJPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭൂമിയാണ്. രാജീവ് ചന്ദ്രശേഖർ പാലക്കാട്ടെ ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ നേരിട്ട് ഇടപെട്ടതുമാണ്. അമിത്ഷാ തന്നെ അവിടെ ചില പ്രത്യേക ഇൻസ്ട്രക്ഷനുകളും നൽകിയിട്ടുണ്ട്. തീർച്ചയായും അവിടെയും ഒരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്ക് ഇത്തവണ നിയമസഭയിൽ ഒരു വലിയ അത്ഭുതം കാണിക്കാൻ കഴിയുമെന്ന്
കേന്ദ്ര നേതൃത്വവും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. 2026 താമര വിരിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി പാലക്കാടിനെയും അവർ കാണുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാർ BJPയെ ചിന്തിച്ചു തുടങ്ങിയത്? അതുകൂടി നമുക്ക് ഇവിടെ സംസാരിച്ചേ പൂർത്തിയാകാൻ സാധിക്കുള്ളൂ. ജൽജീവൻ മിഷൻ മുതൽ കിസാൻ സമ്മാൻ നിധി വരെ ഓരോ സാധാരണക്കാരന്റെയും വീട്ടിലെത്തി. ലവ് ജിഹാദ്, വഖഫ് വിഷയങ്ങളിൽ സഭകളുമായി BJP നടത്തുന്ന ചർച്ചകൾ വോട്ടിംഗിൽ വലിയ മാറ്റം വരുത്തും. കൂടാതെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചതുമാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി. അത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ യുക്തിഭദ്രമായ വിശകലനങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണൽ യുദ്ധതന്ത്രങ്ങളും ഒരു ബിന്ദുവിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അത് മാറ്റമാണ്. സീറ്റില്ലാത്ത പാർട്ടി എന്ന പരിഹാസം കേട്ട് മടുത്തൊരു കൂട്ടം പ്രവർത്തകർക്കപ്പുറം ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ BJPയെ ഒരു വികസന ബദലായി കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പ്രീണന രാഷ്ട്രീയത്തിന്റെ അന്ത്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് BJPക്ക് ഇത്തവണ ജയം അനിവാര്യമാകുന്നത്? അതിന് കാരണം ഭാരതത്തിന്റെ ഓരോ കോണിലും മാറ്റം കൊണ്ടുവന്ന മോദി ഗ്യാരണ്ടിയാണ്. 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ വികസന പദ്ധതിയും ജാതിയോ മതമോ നോക്കാതെ ഓരോ സാധാരണക്കാരന്റെയും വീട്ടിലെത്തുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ആ ആത്മവിശ്വാസം വോട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കോടിയിലധികം പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ സുരക്ഷിതമായി വീടുകൾ നൽകിയതും കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ചികിത്സയും ഭക്ഷ്യധാന്യങ്ങളും ഉറപ്പാക്കിയതും വെറുമൊരു വാഗ്ദാനമല്ല, അതൊരു ഉറപ്പാണ്. ഈ ഉറപ്പാണ് വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന കേരളം. ഈ പേരിൽ ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അമിത്ഷാ കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നതും ആ ഒരു പ്രതീക്ഷയാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ വിശ്വാസികളെ അടിച്ചമർത്തിയവർക്കും സ്വർണം കൊള്ളയടിച്ചവർക്കും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തീവ്രവാദി പ്രീണനം നടത്തുന്നവർക്കും ഇത്തവണ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന് ഉറപ്പാണ്. ശബരിമലയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യം ഇന്ന് ഓരോ വിശ്വാസിയുടെയും ഉള്ളിലുണ്ട്. വഖഫ് ബോർഡിന്റെ പേരിൽ സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനെതിരെയും മുനമ്പത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കാനും BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ ഐക്യത്തിന് വഴി തുറന്നിരിക്കുകയുമാണ്. മുമ്പെങ്കുമില്ലാത്ത വിധം ക്രൈസ്തവ സഭകൾ BJPയുമായി പുലർത്തുന്ന അടുപ്പം UDFന്റെയും LDFന്റെയും ഉറക്കം ഒരുപോലെ കെടുത്തുന്നുമുണ്ട്. 2014 കേവലം 11% BJPയുടെ വോട്ട് വിഹിതം ഇന്ന് 20% മുകളിലേക്ക് എത്തിയതും ഇനി ഈ 2026 അത് 40% കുതിക്കുമെന്ന കാര്യത്തിലും അമിത്ഷായുടെ നിരീക്ഷണം വെറുമൊരു അതിശയോക്തിയായി കാണരുത്, മറിച്ച് അടിത്തട്ടിലെ മാറ്റത്തിന്റെ പ്രതിഫലനമാണത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് കേരളം നൽകിയ ആ സന്ദേശം 2026 140 മണ്ഡലങ്ങളിലും അലയടിക്കും. ജനുവരി 23 നേരിട്ടെത്തി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും അദ്ദേഹം പ്രഖ്യാപിച്ച മിഷൻ 2026 പദ്ധതിയും ഈ നാടിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ വോട്ട് മറിക്കലും അവിശുദ്ധ കൂട്ടുകെട്ടുകളും ഇത്തവണയും BJPയെ തടയാൻ നോക്കും. എന്നാൽ ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അത്തരം അടവുകളൊന്നും വിലപ്പോകില്ല. കേരളത്തിന് ഇനി വേണ്ടത് പരാജയപ്പെട്ട ഇടത് വലത് മോഡലുകളല്ല, മറിച്ച് ലോകം അംഗീകരിച്ച മോദി മാതൃകയിലുള്ള വികസനമാണ്. വികസിത ഭാരതത്തിലേക്കുള്ള വഴി വികസിത കേരളത്തിലൂടെയാണെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാകും ഈ നിയമസഭാ ഫലം. രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തനായ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മോദി ഗ്യാരണ്ടിയുടെ കരുത്തിൽ വിശ്വാസവും വികസനവും ഒരുപോലെ സംരക്ഷിക്കാൻ 2026 BJP കേരള നിയമസഭയിൽ വെറും ഒരു സാന്നിധ്യമായിരിക്കില്ല, മറിച്ച് ഭരണത്തിന്റെ ചക്രം തിരിക്കുന്ന നിർണായക ശക്തിയായി തന്നെ മാറും. അത് കേരളത്തിന്റെ രാഷ്ട്രീയ വസന്തത്തിന്റെ തുടക്കമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.